ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് വെഡിങ് ആനിവേഴ്സറിയുടെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ ഒപ്പം. പിന്നെ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തതും ഒക്കെയുള്ളതായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ചെറിയൊരു റെസിപ്പിയൊക്കെ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഞാൻ അപ്പത്തിന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ മോന് അന്ന് സ്കൂളിലൊക്കെ വിട്ട് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അവൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഉള്ള വീഡിയോകളാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞ പോലെ അപ്പത്തിന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുളിച്ചു പൊന്തി. ഞാൻ ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നുള്ളതിൻ്റെയൊക്കെ ഭയങ്കര ഡൗട്ടിലായിരുന്നു കേട്ടോ. അതൊന്ന് തീരുമാനിച്ച് വന്നപ്പോഴത്തേനും ഒരു 10-15 മിനിറ്റ് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും അപ്പം എല്ലാം നന്നായിട്ട് പൊന്തി വന്നു. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഇത് ഞാനിവിടെ വീട്ടിൽ ചെറിയ അപ്പമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പാലപ്പത്തിൻ്റെ കൂട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ മിക്സിയിലൊന്ന് ജസ്റ്റ് പൊടിയും വെള്ളവും മാത്രം ഒഴിച്ചിട്ട് പഞ്ചസാര ഉപ്പും കൂടി ഇട്ടിട്ട് അടിച്ച് വെക്കുന്നതാണ്. നല്ലതുപോലെ പൊന്തി വരും. ഒരു 1.5 മണിക്കൂർ വെച്ചാൽ മതി. നമുക്കിതുപോലത്തെ കുഞ്ഞു അപ്പമാക്കിയിട്ട് ഞാൻ എടുക്കും. ഈ കള്ളപ്പം പോലെയൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെ പാലപ്പത്തിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഇങ്ങനെ കുഞ്ഞു അപ്പത്തിൻ്റെ ഷേപ്പിനാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. എല്ലാം ഒരേ സൈസിന് വരും ഈ പാനിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുത്താൽ. പിന്നെ നമുക്ക് ബുൾസൈ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു പാനാണിത്. ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു പാനാണ്. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അപ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇത് രാവിലെ മോനെ വിടുന്ന ആ ടൈമിൽ തന്നെ ഞാൻ കലക്കി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഒരു നോർമൽ രീതിയിലുള്ള ഒരു മുട്ട റോസ്റ്റ്. ഇവിടുത്തെ നോർമൽ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കാൻ പഠിച്ച ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ. അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിലൊക്കെ വേറെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടാണ് ചെയ്യാറ്. ഈ മുട്ട റോസ്റ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. വെളിച്ചെണ്ണ, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇവിടുത്തെ അമ്മച്ചിയാണ് ഞാനിത് ആദ്യം ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇത്ര ഐറ്റംസ് ഇതിൻ്റെ അകത്ത് ഇടുന്നുള്ളൂ എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇത് തീ ലോയിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. കാരണം മുളക് പൊടി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം എഗ്ഗ് ഇങ്ങനെ കട്ട് ചെയ്തും ഇടാം, കട്ട് ചെയ്യാതെയും നമുക്ക് ഇടാം. ജസ്റ്റ് ഒന്ന് ആ മസാല ഒന്ന് പച്ചമണം മാറി വരുമ്പം അതിനകത്തോട്ട് എഗ്ഗ് ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഈ മുട്ട റോസ്റ്റിൻ്റെ ഒപ്പം തന്നെ മോൻ്റെ ടിഫിൻ ബോക്സിലോട്ട് ആക്കിയ കുറച്ച് വെജിറ്റബിൾസും സോസേജും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കൂടി ആ ഒരു ബൗളിൽ തന്നെ ഞാനത് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പത്തിന് കറിയായിട്ട് ഞാൻ എടുത്തത് ബീഫാണ് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ബീഫ് ഒരു 1 കിലോ ഒക്കെ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇത് ഞാൻ എപ്പോഴും ബീഫിൻ്റെ അകത്തേക്ക് കൂടുതലും ചെറിയ ഉള്ളിയാണ് ചേർക്കാറുള്ളത്, സവാള ചേർക്കാറില്ല കേട്ടോ. അപ്പം അതെടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ മിക്കതും ഞാൻ ബീഫിൻ്റെ അകത്തോട്ട് ഇതുപോലെ നേരിട്ട് തന്നെയാണ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കാറുള്ളത്. ഇപ്പം മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്, മുളക് പൊടി ഒരു 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അത്രയൊക്കെ ഇട്ടിട്ടുള്ളൂ. അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് നമുക്ക് പുറത്ത് വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നവരുണ്ട്, മസാല ഇപ്പം തന്നെ അടിക്കുമ്പം ഇടുന്നവരുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, അവരുടെ റെസിപ്പി പോലെ. ഞാനിങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അത് വെച്ചു അടുപ്പിൽ വേകാനായിട്ട്. അത്യാവശ്യം കുറച്ച് വേവുള്ള ബീഫായിരുന്നു കേട്ടോ അത്. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് തേങ്ങ വറുത്തരച്ച് വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലോട്ട് ഒരു അരമുറി ഇട്ടിട്ടില്ല, അതിൽ കുറച്ച് കുറവാണ്. തേങ്ങ ഇട്ടു. പിന്നെ അതിലേക്ക് വറുക്കാനായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, വെളുത്തുള്ളിയും ഇട്ടു കേട്ടോ. ഇതിൻ്റെ ഒപ്പം കറിവേപ്പിലയും കൂടി ഇടണം. എൻ്റെ കയ്യിൽ കറിവേപ്പില തീർന്നു പോയായിരുന്നേ. അപ്പം ഞാൻ ബീഫിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ടല്ലോ, അത് കാരണം കൊണ്ട് അത് ഇടണ്ടെന്ന് വിചാരിച്ചു. അത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. കായ ഇട്ടിട്ടാണ് ഞാൻ ബീഫ് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്, വറുത്തരച്ചിട്ട്.
അതാകുമ്പോൾ എനിക്കത് ഉച്ചക്കത്തേക്കും കൂടി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലേക്ക് ബീഫ് ഒരു പകുതി വേവാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു 1/4 വേവാകുമ്പോഴോ ആണ് നമ്മൾ കായ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ കായയ്ക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ അത് ഒന്നും കൂടി അടിച്ച് ബീഫ് നല്ലപോലെ വേവിക്കുക. തേങ്ങ വറുത്ത ആ അരപ്പിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി നമ്മൾ ഇട്ടിട്ട് നല്ലതുപോലെ അത് ഒന്നും കൂടി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് ആറാനായിട്ട് വയ്ക്കുക. എന്നിട്ട് അത് മിക്സിക്കകത്ത് നല്ലതുപോലെ അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മളുടെ അരപ്പും റെഡി ആയിട്ടുണ്ട്, ബീഫും കായും കൂടി വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി അത് കടുക് പൊട്ടിച്ചാൽ മാത്രം മതി. വേണമെങ്കിൽ ആ അരപ്പ് കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നേരെ ഈ കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് തന്നെ ഒഴിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ചട്ടി വെച്ച് അതിനകത്ത് വെച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉള്ളിയെല്ലാം അതിനകത്തിട്ട് വഴട്ടി ഈ അരപ്പ് ആദ്യം ഒന്ന് അതിനകത്തോട്ട് ഒഴിച്ച് അതിൻ്റെ ഉപ്പ് കാര്യങ്ങളെല്ലാം പാകമാണോ എന്നൊന്ന് നോക്കി അതിൻ്റെ അകത്തോട്ട് പിന്നെ ഞാൻ ബീഫും കായയും കൂടി വേവിച്ചത് ഇടുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഗരം മസാല അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. നമ്മൾ ചിക്കനൊക്കെ പൊടിച്ച് വയ്ക്കുന്ന, ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഒരു ഗരം മസാലയാണ്. അത് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ, നമുക്ക് കുറച്ചും കൂടി ലൂസാക്കിയിട്ട് വേണോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് നോക്കുക. പിന്നെ ഈ കറിയിലോട്ട് ചേർക്കുമ്പം അങ്ങനെ ലൂസാക്കാൻ വേണ്ടി ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ എനിക്ക് സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറയുന്നത് പോലെ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇതൊക്കെയായിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. വാട്ടർമെലൻ എനിക്ക് തലേദിവസം കട്ട് ചെയ്ത് വെച്ചത് ഓൾറെഡി ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പിന്നെ അതായിരുന്നു ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞ മാതിരി മെനു ഉണ്ടായിരുന്നത്. അപ്പോൾ ലഞ്ചും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ക്ലീനിങ്ങിന് നിൽക്കുകയാണ്. ഇതിപ്പോൾ ഈ കബേർഡ് ഞങ്ങളുടെ വീട്ടിൽ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇന്ന് കൊണ്ടുവന്നതാണ്. ഷാജാൻ്റെ ഒരു ഫ്രണ്ടാട്ടോ ഇത് ചെയ്തു തന്നത്. ഫൈസൽ എന്നാണ് പേര്. അവർക്ക് IFA എന്നാണ് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര്. കേരളത്തിൽ മിക്ക സ്ഥലത്തും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഷാജാൻ പറഞ്ഞു, നിനക്ക് ത്രെഡൊക്കെ വെക്കാനായിട്ട് ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും എന്ന് പറഞ്ഞു. പക്ഷെ അതെനിക്ക് തോന്നുന്നൊരു 3-4 ദിവസം മുമ്പാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നിനക്കൊരു സജഷൻ പറയാവോ എന്നും ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ മോൻ്റെ റൂമിൽ ഒരു കബേർഡ് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അതുപോലത്തെ കബേർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, നമുക്ക് ഈ സ്പേസിലിടാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്ന നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലത്തെ ഒരു തന്നെ ഓൾറെഡി നമ്മുടെ ഇൻറ്റീരിയറിനോട് മാച്ചായിട്ട് പോകുന്ന മാതിരി തന്നെ ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർ പണിത് സാധനം വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ ത്രെഡ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് അറേഞ്ച് ചെയ്യണം. അതാണ് എനിക്ക് എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് എല്ലാം അടുക്കി പറക്കി ഒതുക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇങ്ങനെ ഇതായിട്ട് കണ്ടോ, അപ്പുറത്തും ഉണ്ട് ഇത് ഇങ്ങനെ ഒരു ചെറിയ ഡോറ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കുറേ ത്രെഡ് ഉണ്ട്. അത് ഫുള്ള് ഞാനിങ്ങനെ ഇവിടെ ബോക്സിൻ്റെ അകത്താക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ട കുറേ ത്രെഡ് ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ഇനി ഇതിൻ്റെ അകത്തോട്ട് അടുക്കി കയറ്റുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഓൾറെഡി ഉണ്ടല്ലോ എനിക്കിവിടെ കുറേ സ്ഥലങ്ങളിൽ എൻ്റെ ത്രെഡ് ഉണ്ട്. പക്ഷേ വലിയ വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പം നമ്മൾ കുറച്ചും കൂടി ത്രെഡ് കൂടുതൽ മേടിച്ച് വെക്കേണ്ടി വരും. വേണ്ട, ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഫുള്ള് എൻ്റെ ത്രെഡുകൾ തന്നെയാണ്. ഇതുണ്ട്, ഇത് ഫുള്ള് കോട്ടൻ്റെ ത്രെഡാണ്. ഇത് ഫുള്ള് നമ്മൾ എന്താ പറയുക, ഇതും ഫുൾ കോട്ടൻ്റെ തന്നെയാണ്. ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ടൈപ്പ് യാണും ത്രെഡും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തും ഉണ്ട്. ഇതിനകത്ത് എൻ്റെ ഈ ബുക്കുകൾ, ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ വെക്കുന്നതൊക്കെ ഉണ്ട്. ഇതിനകത്തും ക്രോഷ്യയുടെ തന്നെ നീഡിൽ കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ ഇതിനകത്തും ത്രെഡാണ്, ഇതിൻ്റെ അകത്തും ത്രെഡാണ് കണ്ടോ. പിന്നെ അവിടുത്തെ 2 ഷെൽഫ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫുള്ള് എക്കർലിക്കിൻ്റെ ത്രെഡാണ്. ഇതും ഫുള്ള് കോട്ടനും സോഫ്റ്റ് യാണുകളും അങ്ങനത്തെ ഒക്കെയാണ്. ഇപ്പം നമ്മുടെ മാജിക് നീഡിൽ 8 പ്ലേയുടെ യാൺ വന്നിട്ട് അന്ന് ഞാൻ കുറേ മേടിച്ചത് ഓർക്കുന്നില്ലേ ഒരു വീഡിയോയിൽ. എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ത്രെഡൊക്കെ മേടിക്കുമ്പം അത് നല്ലോണം പൊടി കയറാണ്ട് സൂക്ഷിച്ച് വെക്കണം. അപ്പം അതിനുള്ള കബേർഡാണ് എനിക്ക് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം നമുക്കിന്ന് അടുക്കി വയ്ക്കാം.
ഇപ്പോൾ നമ്മൾ കോട്ടൻ്റെ എല്ലാ യാൺസും വെച്ചു കേട്ടോ. എൻ്റെ കയ്യിൽ പുറത്തിരുന്നിരുന്നത്. പിന്നെ മറ്റേ ത്രെഡെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ് ഈ ത്രെഡുകൾ കേട്ടോ. നല്ല രസം. ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ. നല്ല നമ്മുടെ ഈ തലയിൽ വയ്ക്കുന്ന ക്യാപ്പുകളുണ്ടല്ലോ, അതൊക്കെ തയ്ക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പറാണ്. ഞാൻ ഇത് വെച്ചിട്ട് ഒരെണ്ണം ഞാൻ തയ്ച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ അകത്തോട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ. ഇത് പിന്നെ ഇത് ബേബി യാൺസാണ്. ഇത് സോഫ്റ്റ് യാണാണ്, ചെറുത്. ഇതൊക്കെ നമുക്ക് ഇതൊന്നും പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ടും കൂടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊടി പിടിക്കും. അപ്പോൾ പൊടി പിടിക്കാതെ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കബേർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റിൽ യാണൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നുള്ളത്. യാണൊന്നും അധികം പുറത്തിടാറില്ല. പുറത്തിട്ട് കഴിഞ്ഞാൽ അത് പൊടി കയറും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന യാണുകളുണ്ടാവും പുറത്ത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ യാണുകളും നമ്മൾ എടുത്ത് വയ്ക്കും ഇതുപോലെ കേട്ടോ. അടച്ചെടുത്ത് വയ്ക്കാൻ പറ്റുന്ന സ്ഥലത്ത് എടുത്ത് വയ്ക്കാം. ഉണ്ടല്ലോ, എനിക്ക് ഈ ആണൊക്കെ കുറച്ചായിട്ടാണ് ഉള്ളത്. ഇതെല്ലാം എനിക്കൊരു ത്രെഡ് വൈൻഡർ ഉണ്ട് ഇവിടെ. അതിൽ വെച്ചിട്ട് ഞാനിത് ബോളാക്കിയിട്ട് തന്നെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ. അപ്പം ഇത് ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിന് ഇച്ചിരി വീതി കൂടുതലാണ്. അപ്പം നമുക്ക് ടേബിളിൻ്റെ പുറത്ത് തന്നെ ഫിറ്റ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാവേ എങ്ങനെയാണ്. ഇത് ഈ ബാക്കി വരുന്ന ത്രെഡാട്ടോ ഞാനിങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ഇതായി കിട്ടും നമ്മളുടെ. ഈ ത്രെഡ് വൈൻഡറിന് ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വലിയ ഇങ്ങനെ ലോങ് ആയിട്ടാണ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതിങ്ങനെ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടുക ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അതിൽ നിന്ന് ഓരോ നൂലാക്കി ഇങ്ങനെ കെട്ട് പിടിക്കാതെ എടുത്തിട്ട് നമുക്ക് ചുറ്റി വയ്ക്കാം. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളിലോട്ടായ കാരണം കൊണ്ട് എനിക്ക് അധികം ബുദ്ധിമുട്ടില്ല. അതിങ്ങനെ വേഗം ചുറ്റിത്തീരും. ഇതിങ്ങനെ വൈൻഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാവോ? നമുക്കിത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ത്രെഡ് എടുത്ത് നമുക്ക് ചെയ്യാം. ഈ ലാസ്റ്റ് വരുന്ന ത്രെഡ് നമ്മളിതാ ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കെട്ടിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ കയറ്റി വെച്ചാൽ നമുക്കിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ത്രെഡ് കിട്ടും. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ത്രെഡും ഇതുപോലെ ഒന്ന് ചുറ്റി വയ്ക്കട്ടെ. അപ്പോൾ അതേ നമ്മളുടെ ആ ബാക്കി ഉണ്ടായിരുന്ന 3 ത്രെഡും നമ്മൾ ഇതുപോലെ ചുറ്റിയെടുത്തു കേട്ടോ. ഇനി അതിൻ്റെ അകത്ത് ത്രെഡുകളുണ്ട്. ഇനി അതെല്ലാം ഇതുപോലെ ചുറ്റി വയ്ക്കാം. നമുക്ക് ഈ ക്രോഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഉപകാരം വരുന്നൊരു സാധനമാണ് കേട്ടോ ഇത്. കാരണം ത്രെഡ് ബാക്കി വരുന്നതൊക്കെ കെട്ടുപിടിക്കാണ്ടൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് ഇതുപോലെ ചുറ്റി നീറ്റാക്കിയിട്ട് ഇത് പെട്ടെന്ന് തീരും കേട്ടോ. പെട്ടെന്ന് വൈൻഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ദേ കേക്കൊക്കെ എടുത്ത് വെച്ചു. കേക്ക് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഡിന്നറിന്. ഇത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന കേക്ക്. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇത് ചെയ്തത്. വേണ്ടോ, സത്യം പറഞ്ഞ ഈ വർഷം വലിയ ആഘോഷമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളാണ് പറഞ്ഞത് കേക്ക് എന്തായാലും കട്ട് ചെയ്യണം അമ്മയും അപ്പയും. അങ്ങനെ ഞാനൊരു 2 ദിവസം മുമ്പാണ് എൻ്റെ ഫ്രണ്ടിന് ഞാൻ കേക്കിൻ്റെ ഓർഡർ കൊടുക്കുന്നത്. ഒരു കാരമൽ കേക്കായിരുന്നു കേട്ടോ. അതൊരു പീച്ച് കളർ ഫ്ലവേഴ്സും പ്ലസ് ഒരു ഗ്രേയിഷ് ഗ്രീൻ കളർ ലീഫും വരുന്ന മാതിരത്തെ ഒരു തീമിലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 ദിവസം കൊണ്ട് തന്നെ ടിയെ എനിക്കത് ചെയ്ത് തന്നു. കേക്ക് എല്ലാ പ്രാവശ്യത്തെയും മോനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടിയയുടെ കേക്കല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഡിന്നർ കഴിക്കാനായിട്ട് പോയി. ഞങ്ങൾ സാധാരണ പോകുന്ന ലുലുവിൻ്റെ അടുത്തുള്ള റോസ് ടൗണിൽ തന്നെയാണ് പോയത്. അവിടുത്തെ ഫുഡ് നമുക്ക് പരിചയമുള്ള ഫുഡാണ്, നല്ല ഫുഡുമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളവിടെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവർ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കാണണം ഷാജാൻ്റെ അടുത്ത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഷാജാൻ പറഞ്ഞു വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു കേക്ക് കട്ടിങ്ങോ ബാക്കി കാര്യങ്ങളോ ഒന്നും വേണ്ടാന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടാണ് വരുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോൾ നമുക്ക് വളരെ സർപ്രൈസായിട്ട് അവരവിടെ ചെറിയൊരു ടേബിളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരവിടെ കരുതി വെച്ചിരുന്ന ചെറിയൊരു കേക്കിൻ്റെ പീസും ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചു.
പിന്നെ യൂഷ്വലി നമ്മളവിടെ ചെല്ലുമ്പോൾ ഓർഡർ ചെയ്യുന്ന കുറച്ച് ഒരു മെനു ഉണ്ട്. അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഫുഡ് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തത്. വലിയ സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞ് സെലിബ്രേഷനായിരുന്നു ഉണ്ടായിരുന്നത്. മിക്കതും ഞങ്ങൾക്ക് ഇങ്ങനെ ആഘോഷിക്കാനാണ് കേട്ടോ എപ്പോഴും ഇഷ്ടം. പിന്നെ ഇതിപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് വെക്കുന്ന കാരണം കൊണ്ട് ഇതെല്ലാം എൻ്റെ ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളും കൂടി ആയി മാറുന്നുണ്ട്. എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഹോം സെൻറ്റർ. അതും ലുലുവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അവിടോട്ട് പോയി. എനിക്ക് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കാനുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് നോക്കാനായിട്ട് പോയത്. ഫ്രണ്ട് ഏരിയയിലോട്ടൊരു ഇത് വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് പറയുക, ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് വെക്കണം. അപ്പോൾ അതിന് കുറച്ച് ഫ്ലവറും ലീഫും കാര്യങ്ങളും എല്ലാം മേടിക്കണം എന്നൊക്കെ വെച്ചിട്ട് പോയതാണ്. അവിടെ വെച്ച് ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു ഫാമിലീനെ പരിചയപ്പെട്ടു. അവർ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവിടെ സാധനങ്ങൾ എടുക്കാൻ വന്നതാണ്, തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെടുകയും ഇങ്ങനെ നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഇവരെയൊക്കെ കാണിക്കാനും കൂടി പറ്റുകയെന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ പണി അവിടെ പോയ കാര്യമെല്ലാം നോക്കി എൻ്റെ ഫ്ലവറും ലീഫും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്ത് അതിൽ താമസിക്കാണ്ട് തന്നെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അധികം ഐറ്റംസുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചില്ലേ ഒരു പുതിയ ടേബിള്. എനിക്ക് ആ ടേബിളിൻ്റെ മുകളിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്യൂരിയോസും കൂടി വേണ്ടിയിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അവിടെ പോയി നോക്കി. ഒരു കാൻഡിൽ ഡെക്കറേഷനും പിന്നെ ഒരു പോട്ട്പുരിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന മാതിരത്തെ ഒരു ബൗള്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്ത് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തത്. അതെല്ലാം ഞാൻ പിന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറൊരു വീഡിയോയിൽ കാണിക്കാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ബൈ.